എല്ലാവർക്കും ബിപ്പി സോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പറമ്പിലുണ്ടല്ലോ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോഴേക്കും കാണാനൊരു ഭംഗി വന്നതുപോലെ. അപ്പോൾ എനിക്ക് ചെറിയൊരാഗ്രഹം, ഒരു കൊച്ചു ഗാർഡൻ അങ്ങ് സെറ്റാക്കിയാലോ എന്ന്. കൊച്ചു ഗാർഡൻ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല, ചില വീടുകളിലൊക്കെ കാണുന്ന പോലെ നല്ല മനോഹരമായിട്ടുള്ള ഗാർഡൻ ഒന്നും എനിക്ക് എന്നെ ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാട്ടോ. എനിക്ക് ഈ ഗാർഡൻ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് മുമ്പേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെക്കുക. അപ്പം അതുപോലെ ചെയ്യണമെന്ന് എനിക്ക് മുമ്പ് തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ മണ്ണങ്ങ് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും കാണാനൊരു ഭംഗിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നട്ടിട്ടേ കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ മക്കളെയും കൂടെ കൂട്ടിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. മോനാണെങ്കിൽ ഇങ്ങനെ കുഴിക്കുന്ന പരിപാടികൾ, തൂമ്പാപ്പണി, മണ്ണിലെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ. അപ്പോൾ അവനെയും കൂടെ കൂട്ടി, പിന്നെ മോളെ നനയ്ക്കാനും പരിപാടികൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാവുന്നതുപോലെ കുറച്ച് ചെടികളൊക്കെ നട്ട് വെക്കുക. നല്ല നമ്മൾ നട്ടിട്ട് പിന്നെ പൂക്കളൊക്കെ കായ്ച്ച് നിൽക്കുന്ന കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. അതുപോലെ തന്നെ കുറച്ച് പറ്റാവുന്ന രീതിയിൽ ഒരു ഇത്തിരി പച്ചക്കറിയൊക്കെ നടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ത് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ എത്തത്തില്ല, അതൊരു വിജയത്തിലേക്ക് എത്തത്തില്ല. എവിടെ എന്നാ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, എന്ത് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ എത്ര പ്രാവശ്യം എന്തുമാത്രം ചെടികൾ നട്ടിട്ടുണ്ടെന്ന് അറിയാമോ. വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ നടുന്നത്. വേറെ വീടുകളിലൊക്കെ നല്ല പൂ തുലങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ അതുപോലെയൊക്കെ ആക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിന് ഇവിടെ കൊണ്ട് നടും. എന്തെങ്കിലും പറ്റും, ഒന്നുകിലും ഞാൻ നടുന്നതൊന്നും പിടിക്കില്ല. അത് ചെടിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഞാൻ പറയും, ചില ആൾക്കാരുടെ കൈക്കൊരു കൈപുണ്യം എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അതുപോലെ ചില ആൾക്കാരുടെ കൈ കൊണ്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെയുള്ള ആ മാതിരി. അപ്പോൾ ഒന്നുകിൽ ഇതൊന്നും പിടിക്കത്തില്ല. ഇനിയിപ്പോൾ അഥവാ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഏതെങ്കിലും രീതിയിൽ എനിക്കത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെയായി പോകും. അത് നല്ലപോലെ സൂക്ഷിച്ച് പരിപാലിച്ച് നനച്ച് എനിക്കാവുന്ന രീതിയിൽ ആക്കി അങ്ങ് കൊണ്ടുവരുമ്പോഴേക്കും ഉണ്ടല്ലോ എന്തെങ്കിലും സംഭവിക്കും. അറ്റ്ലീസ്റ്റ് എനിക്കൊരു പനിയോ ജലദോഷമോ മേലുവേദന അങ്ങനെ എന്തെങ്കിലും വന്ന് അതെനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി പോകും. ഇനിയിപ്പോൾ അഥവാ അത് നല്ലപോലെ വളർന്ന് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ കായ്ച്ച് അങ്ങ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, 1-2 പ്രാവശ്യം, അതിൽ കൂടുതൽ ഉണ്ടാവത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങ് പൂത്ത് നല്ല മനോഹരമായിട്ട് നിന്ന് കഴിയുമ്പോൾ പിന്നെ അതിനെ എനിക്ക് നോക്കാൻ പറ്റാതെയായി പോകും. എന്തെങ്കിലും കാരണവശാൽ നോക്കാൻ പറ്റാതെയായി പോകും. പിന്നെ അതങ്ങനെ അങ്ങ് നശിച്ചു പോകും. ഇത് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും, ചെടിയും പച്ചക്കറിയും മാത്രമല്ല കേട്ടോ, വേറെ എന്തൊക്കെ ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ ഓർക്കാന്ന് വെക്കുക, നാളെ ഇന്ന പരിപാടികളൊക്കെ ചെയ്യണം, ഇന്ന പണികളൊക്കെ ചെയ്യണം, വീട് നല്ല വൃത്തിയായിട്ടൊക്കെ ഇടണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുദ്ദേശിച്ച് ഞാൻ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എനിക്ക് തല പോലും പൊക്കാൻ പറ്റുകയില്ലാത്ത രീതിയിൽ ക്ഷീണമായിരിക്കും. ഇനിയിപ്പോൾ അഥവാ രാവിലെ നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റ് രാവിലത്തെ പണികളൊക്കെ നല്ല ഉഷാറായിട്ട് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണികളൊക്കെ ഇത്രയൊന്നും ഒതുങ്ങിയല്ലോ, ഒരാശ്വാസം തോന്നുമല്ലോ നമുക്ക്, അങ്ങനെ ഒതുങ്ങിയല്ലോ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ആ ഫ്രീ ടൈമിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഇന്ന പണികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ആ പണികൾ ചെയ്യാൻ പറ്റാതെയായി പോകും. ഇങ്ങനെ എനിക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു കഴിഞ്ഞപ്പം ഇത് തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരപ്പം ഞങ്ങൾ ദാണ്ട് സെയിം പിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചിരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴല്ല നമുക്കൊരു ഭയങ്കര നിരാശ തോന്നും, അല്ല വിഷമം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അങ്ങ് ചെയ്യാൻ പറ്റണില്ല, എന്തൊരു ജീവിതമായത് എന്നൊക്കെ ഓർത്തിട്ടേ ഒരു ഭയങ്കര വിഷമോ നിരാശ. ഇനി എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, എങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയി പോകുന്നു, ഒന്നും ഒരു വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോഴേ ഒരു ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അത്. ഇതൊക്കെ ചിലപ്പം ചില ആൾക്കാരുടെ നിരാശയ്ക്കും ഡിപ്രഷനും ഒക്കെ കാരണമായിട്ടുണ്ടാകും അല്ലേ. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ അങ്ങ് ഭയങ്കര വിഷമമായിട്ട് അങ്ങ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിപ്പോകുക, ഡിപ്രഷൻ കൂടി ആത്മഹത്യയിലേക്ക് എത്തിപ്പോകുക, എന്തുമാത്രം ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇടയ്ക്കുണ്ടല്ലോ ഈ മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ കേൾക്കും. അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുക്കാൻ നേരത്തുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓണാക്കി വെക്കും മോട്ടിവേഷണൽ സ്പീച്ചസ്. അപ്പം
നമ്മളുടെ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അപ്പോൾ എങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ അനുസരിച്ച് ചെറിയൊരു മോട്ടിവേഷൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് എനിക്ക് ഇനിയും ചെയ്യണം, എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊക്കെ എനിക്ക് കിട്ടിയത് കൂടുതലും ഇങ്ങനത്തെ ഓരോ മോട്ടിവേഷണൽ സ്പീച്ചസിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയൊക്കെ ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാനത് ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുക്കണ നേരത്തെ ഇത് ഓണാക്കി വെച്ചിട്ട് ഇതങ്ങ് കേട്ടുകൊണ്ട് ഞാൻ പണികളൊക്കെ എടുക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ കേൾക്കുന്നതും അത് മനസ്സിലാക്കി നമ്മളുടെ മനസ്സിൽ നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയൊക്കെ ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും പണിയെടുക്കാൻ നേരത്തെ ഇത് ഓണാക്കി വെച്ചിട്ട് നമുക്കത് കേട്ടുകൊണ്ട് നമ്മുടെ പണികളൊക്കെ എടുക്കാമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലതാട്ടോ. നമ്മളുടെ മനസ്സിന് ഒരു നല്ല പോസിറ്റീവ് ചിന്ത തരാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുന്നതാണ് കേട്ടോ ഈ മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ. ചില കാര്യങ്ങളൊക്കെ ഈ വാർത്തയിലൊക്കെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ അങ്ങ് വിഷമം തോന്നും. ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുക. ഇപ്പം ഞാൻ അറിയുന്ന ഒരു ഏരിയയിൽ തന്നെ 2 കുട്ടികളാണ് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. പരീക്ഷയുടെ ടൈം ടേബിൾ അങ്ങ് വന്നതേ ഉള്ളൂ, ഉടനെ പോയി ആത്മഹത്യ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പറ്റത്തില്ല, അങ്ങ് പഠിച്ച് മടുത്തു, ടെൻഷനാവുന്നു, പരീക്ഷയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മാർക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അതുപോലെ പരീക്ഷ കഴിയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്നത് ഒരുപാട് കേൾക്കുന്നുണ്ട്. റിസൾട്ട് വരുന്നത് ഓർത്ത് ആ ഒരു ടെൻഷൻ അടിച്ചിട്ട്. അതുപോലെ റിസൾട്ട് വന്നു കഴിയുമ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നവർ. അതുപോലെ ഉദ്ദേശിച്ച കാര്യത്തിന് പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമത്തിലാവുന്നവർ, ഉദ്ദേശിച്ച് ജോലി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് വിഷമത്തിലായവർ, എന്തുമാത്രം ആൾക്കാർ. അതുപോലെ ഇങ്ങനെ ജോലിയിൽ പ്രഷർ കാരണം ആത്മഹത്യ ചെയ്യുന്നവർ, അതുപോലെ എന്താ പറയുക, എനിക്ക് ഒന്നും പറ്റത്തില്ല, എനിക്കിനി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുന്നവരും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഉള്ള ജോലിക്ക് പോലും പോകാതെ ചുമ്മാ വീട്ടിലിരിക്കുന്നവരുണ്ട്, വിഷമിച്ച്. ചിലപ്പോൾ ഇവരെയൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതുണ്ടല്ലോ ജീവിച്ച് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യങ്ങളായിരിക്കാം അവർക്ക് പല സൈഡുകളിൽ നിന്നും, അവരുടെ വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നോ ഒക്കെ കിട്ടുന്ന ആ ഒരു പ്രഷറുണ്ടല്ലോ, അതൊക്കെ കൊണ്ടേ ആയിരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഒരു സാറ് പറഞ്ഞത്, അവരുടെ സ്കൂളിൽ 10ലെയും 12ലെയും പേരൻസിന് ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും ടെൻഷനില്ല, പേരൻസിനാണ് ഭയങ്കര ടെൻഷൻ. എൻ്റെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും, എൻ്റെ കുട്ടി പഠിച്ച് നല്ല നിലയിൽ എത്തുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി ആ ഒരു പേരൻസിൻ്റെ ആ ഒരു ടെൻഷൻ തന്നെ അത് ആ കുട്ടികളിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു പേരൻസ് ആദ്യമേ കൂളാവണം. എനിക്ക് തോന്നുന്നത് എല്ലാ സ്കൂളുകളിലും പേരൻസിനും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഒരു കൗൺസിലിംഗ്, ഒരു നല്ല കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഒന്നും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാന്ന് പേരൻസ് ഇപ്പോൾ ചിന്തിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിച്ചു കഴിഞ്ഞാലും എത്ര മാർക്ക് കുറവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. മാർക്ക് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് വേണം, കുട്ടികൾ നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ആ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കൊടുക്കുന്ന ആ ഒരു വല്ലാത്ത ഒരു പ്രഷറുണ്ടല്ലോ, അത് കുട്ടികൾക്ക് താങ്ങാൻ പറ്റാതെയായി പോകരുത്. കുട്ടികൾക്കൊരു ചിന്ത വേണം, എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് കിട്ടണം, നല്ല സ്ഥലത്ത് നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടണം, നല്ല ജോലി നേടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാലേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത കുട്ടികൾക്കുണ്ടാവണം. പക്ഷേ അതൊരു ടെൻഷനായി പോകാൻ പാടില്ല. ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താ സംഭവിക്കുക, അവർ പഠിച്ചതൊക്കെ മറന്നു പോകും, പരീക്ഷയ്ക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അവരുടെ മാർക്ക് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയില്ല, ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല, വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ തൃപ്തിപ്പെടാൻ പേരൻസും തയ്യാറാകുക, കുട്ടികളും തയ്യാറാകുക. പലപ്പോഴും കുട്ടികളെക്കാളും പ്രശ്നക്കാർ പേരൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത്. അപ്പം അതിന് പേരൻസും കൂടെ ഒന്ന് തയ്യാറാവുക. അപ്പം എവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് പഠിച്ചു കഴിഞ്ഞാലേ ജോലി കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ തല്ലിപ്പൊളിയെന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല നിലയിലൊക്കെ എത്തിച്ചേരുന്നത്, അല്ല അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം കിട്ടുന്നതിന് ചേരുക,
നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ കേട്ടോ കിട്ടുന്നതിന് ചേരുക. അതുപോലെ ഇപ്പം ഈ പഠിച്ച് കഴിഞ്ഞ പാടെ ഇപ്പോൾ ഉദ്ദേശിച്ച ജോലി കിട്ടുക, അതിങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാശ് മുടക്കി പഠിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ജോലി കിട്ടണം, ഇത്ര രൂപ സാലറിയുള്ള ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ജോലിക്ക് പോകാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ കിട്ടുന്ന ജോലിക്ക് കയറിക്കൊണ്ട് സാലറി കുറവാണെങ്കിലും കിട്ടുന്ന ജോലിക്ക് കയറിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ടൈം ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജോലി കിട്ടാൻ കൂടുതൽ പ്രയാസമായിരിക്കും. അപ്പോൾ കിട്ടുന്ന ജോലി നേടിക്കൊണ്ട് ഇപ്പോൾ ഒരു പഠിച്ചതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ജോലി ചെയ്യുമ്പം. അതായത് നമ്മൾ ഇന്നത് പഠിച്ചതുകൊണ്ട് ഇന്ന് ജോലി ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. നമ്മൾ ഒരു ജോലിക്ക് കയറി കഴിയുമ്പോഴേ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവിടെ അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യേണ്ടത്, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാമെന്നൊക്കെയുള്ള കൂടുതൽ ഐഡിയാസ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പോൾ പിന്നെ ഉദ്ദേശിച്ച സാലറി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ നോക്കുക. പഠിത്തത്തിൻ്റെ ജോലിയുടെയും കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഒരു കുടുംബത്തിലെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു സമൂഹത്തിലെ കാര്യമാണെങ്കിലും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് സക്സസ് ആയില്ലെങ്കിൽ എനിക്ക് പിന്നെയും ട്രൈ ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത വേണം നമുക്ക്. ഇപ്പോൾ കടക്കെണിയിലൊക്കെ വീണ് പോകുന്നവർക്കൊക്കെ ഒരുപാട് വിഷമങ്ങളായിട്ട് ഡിപ്രഷനായിട്ട് പോകുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമതേ കടമെടുക്കുന്നതിന് മുമ്പേ തന്നെ ചിന്തിക്കണം, നമുക്കിത് വീട്ടാൻ പറ്റുമോ, നമ്മൾ എന്തിനു കടമെടുക്കണം, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. ഇനിയിപ്പോൾ കടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവാതെ ഇത്ര രൂപ കടമുണ്ട്, ഓക്കെ, അതെനിക്ക് ഒന്നാമത് തന്നെ അത് വീട്ടിലുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീട്ടിലുള്ളവരെ ഇതിൻ്റെ പേരിൽ ആ ഒരാളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താതെ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ച് എങ്ങനെ കടം വീട്ടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. അതുപോലെ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് ബിസിനസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി തകർന്ന തരിപ്പണമാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈയിടെ ഒരാൾ പറയുന്നത് കേട്ടോ, ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആകെപ്പാടെ പൊട്ടിപ്പാളിസായിരിക്കുന്ന കഴിഞ്ഞാൽ ഒട്ട് സെയിൽ നടക്കുന്നില്ല, ആരും എൻ്റെ കടയിലേക്ക് കയറി വരണില്ല എന്നൊക്കെ. അപ്പം നോക്കുക എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു കടയിൽ ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ കടകൾ നടത്തുന്ന മറ്റാൾക്കാരുണ്ട്, അവരെങ്ങനെ ബിസിനസ് നടത്തുന്നു, അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു, എനിക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും, എനിക്ക് എങ്ങനെ കൂടുതൽ സെയിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ കൃഷിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, എല്ലാവർക്കും അപ്പടി ആകപ്പാടെ വിഷമമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കായിട്ട് മുടക്കുന്ന പൈസയൊന്നും തിരിച്ചു കിട്ടാൻ പറ്റുന്നില്ല, ഉള്ളതെല്ലാം വന്യമൃഗങ്ങളൊക്കെ നശിപ്പിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്തായാലും ഒരിടത്തും ലാഭമൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒത്തിരി ഡിപ്രഷനിൽ അടിച്ചിരിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡിപ്രഷൻ അടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരോട്, ഒരു വിഷമസന്ധിയിലിരിക്കുന്ന ആൾക്കാരോട്, അതുപോലെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കിനി ഒന്നിനും ആവില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത്, ഇതിപ്പോൾ സമ്പത്തിൻ്റെ കാര്യമാണ് പറയുന്ന ആളുടെ അടുത്ത് വേറെ വല്ല വിഷമവും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ അതിന് മാത്രം വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പം വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരിൽ നിന്നും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്തെങ്കിലും കിട്ടുമോ എന്ന് കൂടി ആലോചിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വിഷമം, നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഐഡിയാസൊക്കെ തരാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത്, നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത്, നമുക്കൊരു പോസിറ്റീവ് ചിന്താഗതി തരുന്ന ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെയുണ്ടല്ലോ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. അതായത് നമുക്ക് ഈ ഒരു വിഷമത്തിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കര കയറാനുള്ള ഒരു ഇത് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വിചാരിക്കുക. നമുക്കിനിയും മുന്നോട്ട് പോകാനുള്ള എല്ലാം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരാജയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാം തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. നല്ല
നല്ല വലിയ വലിയ നിലകളിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ പരാജയത്തിനെ വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാക്കി എടുത്ത് അതിനെ ചവിട്ടി മുന്നോട്ട് പോയവരാണ്. പരാജയപ്പെട്ട് പിന്നെ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതിയോടെ മുന്നോട്ട് പോയി, പിന്നെയും പരാജയപ്പെട്ട് പിന്നെയും മുന്നോട്ട് പോയി, അങ്ങനെ പരാജയത്തിനെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കി എടുത്തവരാണ്. അങ്ങനെ പരാജയം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നല്ല നിലയിൽ എത്താൻ പറ്റുള്ളൂ. ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം കിട്ടത്തുള്ളൂ. വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും സമയം പോകുന്നേ ഉള്ളൂ. ആ വിഷമിച്ചിരിക്കുന്ന സമയം ഇനി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇനി തിരിച്ചു വരത്തൊന്നുമില്ലല്ലോ. അപ്പം ഒരു വിഷമഘട്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ, ഇനി എനിക്ക് നല്ലത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നേറുക. അപ്പം വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ.